മുത്തലാഖ് ചൊല്ലിയ യുവതിയും മകനും കഴിഞ്ഞ 9 ദിവസമായി കഴിയുന്നത് ഭർത്ത് വീടിന്റെ വരാന്തയിലാണ്. ഹസീനയ്ക്കും 9 വയസ്സുകാരനായ മകനുമാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. 5 വർഷം മുൻപാണ് ഫറൂഖ് സ്വദേശി മുഹമ്മദ് ഫാസിൽ ഹസീനയെ തലാഖ് ചൊല്ലിയത്. നിയമ പോരാട്ടത്തിനൊടുവിൽ ഭർത്താവിനൊപ്പം ജീവിക്കാൻ കോടതി ഉത്തരവിട്ടെങ്കിലും മുഹമ്മദ് ഫാസിൽ വീട് പൂട്ടി മറ്റൊരിടത്തേക്ക് താമസം മാറ്റുകയായിരുന്നു. ഇങ്ങനെയുള്ള വേട്ടാവെളിയൻ്റെ കൂടെയൊക്കെ ജീവിക്കുന്നതിലും പകരം ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിട്ട് വല്ല കടയിലോ എവിടെയെങ്കിലും പോയി ജോലിയും ചെയ്തിട്ട് മകനെയും പോയിട്ട് ജീവിക്കുന്നതിൽ എത്ര അന്തസ്സുണ്ട്. നിറം പോരാ എന്ന് പറഞ്ഞിട്ട് മുഴിക്കുമല്ലോ പോലും മറ്റേ തലാക്കിയല്ലേ ഇതെന്തോ പോലും. അതായത് ഇപ്പോഴെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് നീ പോയി കഴിഞ്ഞാൽ വേറെ കിട്ടും എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോഴാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ക്ഷാമാന്നും പറയുന്നുണ്ട്. എന്നിട്ടും ഓരോരുത്തന്മാർ പറയുന്നത് എന്താ, നിറം കുറവാണ്, സൗന്ദര്യം കുറവാണ്, അത് കുറവാണ്, ഇത് കുറവാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴും ഒരു കാരണവശാലും പിന്നോനെ സ്വീകരിക്കാൻ നിൽക്കരുത്. അതായത് അവൻ എത്ര വലിയ പണക്കാരനായാലും അവൻ്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കല്ലേ വേണ്ടത്. അല്ലാതെ വീണ്ടും അവൻ്റെ അടുത്തേക്ക് പോയി നഷ്ടപരിഹാരം വാങ്ങിക്കേ, മാന്യമായ നഷ്ടപരിഹാരം, എനിക്ക് ഇത്ര പൈസ കിട്ടണം, ആ പൈസ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പോയിട്ടല്ല അന്തസ്സായിട്ട് ജീവിക്കുക. അല്ലാതെ ഇതുപോലെയുള്ള ഇവൻ്റെ കൂടെ ജീവിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവനെ വീണ്ടും വേണം എന്ന് പറഞ്ഞ് ഇവൻ്റെ കൂടെ തന്നെ ജീവിക്കണം, അല്ലെങ്കിൽ ഇവനെ തന്നെ വേണം. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഇതെന്താ ലോകത്ത് കിട്ടാത്ത ഇതാണോ? ഈ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ ലോകത്തേലും കിട്ടാതാണോ? നിങ്ങളൊന്നും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നല്ല നല്ല ബന്ധങ്ങൾ കിട്ടും. പിന്നെ എന്തിനാണ് ഇവനെ പോലെയുള്ള ആൾക്കാർ? ഇപ്പോൾ ചില ആൾക്കാർ ഇതാണ്, എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കത്തില്ല, ഞാൻ വിവാഹമോചനം കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി സമ്മതിക്കത്തില്ല, എന്നിട്ട് ആട്ടും തൊപ്പും ചവിട്ടും തൊഴിയും ഏറ്റിട്ട് ഇങ്ങനെ അങ്ങ് ജീവിക്കുമായിരുന്നു. ഒരു പട്ടീൻ്റെ വില പോലും കൊടുക്കുക, അതൊട്ട് കൊടുക്കത്തുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവനൊക്കെ ഒരു പാഠം പഠിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയാം, അതേ നാണയത്തിൽ തിരിച്ചടിക്കണമില്ലെങ്കിൽ അതാണ് വേണ്ടത്. അതേ നാണയത്തിൽ സൗന്ദര്യം ഇല്ലാതെ വരുമ്പോൾ നിനക്കെന്ത് തൊങ്ങാളാ ഉള്ളതെന്ന് തന്നെ ചോദിക്കണം. വേണമെങ്കിൽ അവിടെ മായും പിയും കേയും എല്ലാം കൂട്ടിക്കോർന്ന് അതിനൊരു കുഴപ്പമില്ല. മിണ്ടാതിരിക്കുമ്പോഴാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ കയറുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നേരെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനും വീഴും. നിനക്ക് എന്തായിട്ടാടാ, നിനക്ക് എവിടെയാടാ സൗന്ദര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങൾ തകരുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവനും തകരും. അല്ലാതെ എന്ന് പറഞ്ഞ് ഇത് കേട്ട് ഇത് കരഞ്ഞ് നിലവിളിച്ച് വീട്ടിൽ പോയി പറഞ്ഞ് എനിക്ക് തൊഴിയാണ്, എനിക്ക് അടിയാണ്, എൻ്റെ ഭർത്താവ് വെള്ളടിച്ച് വരുന്നതിൻ്റെ മുമ്പിൽ നിങ്ങളും രണ്ടെണ്ണം അടിച്ചിട്ട് നിൽക്കണം. ഇല്ലെങ്കിൽ ഇനിയിപ്പം നിങ്ങളത് കാര്യം ചെയ്യണം, വെള്ളടിച്ച് വരുന്നതിൻ്റെ മുമ്പിൽ നിങ്ങൾ വെള്ളം അടിച്ചതുപോലെ അഭിനയിക്കണം. എന്നിട്ട് അവിടെ മറ്റേ ഓൻ എന്ത് ചൂലെടുക്കുമ്പോഴേക്കും നിങ്ങൾ ഇപ്പുറത്തെ ഇതെടുക്കണം. അവിടെ അതേ നടക്കുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കരഞ്ഞ് നിലവിളിച്ചിട്ട് ഇന്ന് ഈ സ്ത്രീയുടെ കരച്ചിലും പിഴിച്ചിലും കണ്ടാന്നാ വിചാരിക്കും അറിയാം ലോകത്തൊരാളും ഇവിടെ പിരിഞ്ഞ് ജീവിക്കുന്നില്ല എന്ന്. ഇത്രയും വൃത്തികെട്ട ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ, അതായത് ഇപ്പോൾ പിന്നെ കോടതി വിധിയും വാങ്ങിച്ച് വന്നപ്പോഴും ഇവൻ വീടും പൂട്ടിയിട്ട് പോവായിന്ന്. അതായത് ഇവന് വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഇവൻ്റെ മുമ്പിൽ എന്താ ചെയ്യേണ്ടത്? ജീവിക്കുക വേണ്ടത്, ശരിക്ക് മാന്യമായിട്ട് ജീവിക്കുക. അവൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ പോയിട്ട് ചിലപ്പോൾ ഒരു കുടിൽ വെച്ച് കെട്ടിയിട്ട് ജീവിക്കണം. അവൻ കാണണമായിരുന്നു നാളെ ഇങ്ങനെ ജീവിക്കുന്നത്. അവനെനിക്ക് കണ്ടിട്ട് അവന് പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഇത് കണ്ടിട്ട് ഭ്രാന്താകണം. അതാണ് വേണ്ടത്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിട്ട് അടിമേനെ പോലെ പോയിട്ട് വീണ്ടും ഈ തൊഴി കൊള്ളാൻ എന്തിനാണ് നിൽക്കുന്നത്? ഇപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചിട്ട് അവൻ്റെ കൂടെ പോയി താമസിച്ചു എന്ന് വെച്ചോ, അവൻ നേരെയാവുമോ? ഒരിക്കലും നേരെയാവില്ല. പണ്ടത്തേലും കൂടുതലാവുക. കാരണം എന്താ, അവന് വൈരാഗ്യം കൂടി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ കരഞ്ഞ് നിലവിളിക്കരുത്. കരഞ്ഞ് നിലവിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റു എന്നാണ് അർത്ഥം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ്റെയും പിച്ചാത്തി പിടിയിലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടിയിട്ട് മരിക്കാനോ ഉള്ളതല്ല, കരഞ്ഞ് നിലവിളിക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണ്. ജീവിക്കുകയാണ് വേണ്ടത്. വളരെയധികം മോശം തോന്നി ഇന്ന് ഈ ഒരു വാർത്ത കേട്ടപ്പോഴേ. അതായത് നിറം കുറവാന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ അതേ നാണയത്തിൽ തിരിച്ചടിച്ചാൽ മതി. പിന്നെ അവൻ നിന്നു. അതായത് അവൻ എന്ത് നിറാന്നുള്ളത് അങ്ങോട്ട് ചോദിച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഈ പൊതുവെയുള്ള ഈ എന്താ പറയുക സിനിമാ താരങ്ങളായാലും ചില ടീമുകളായാലും ഒക്കെ പൊതുവെയുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഇവനെന്ന് വെച്ചാൽ അടുത്ത കൂടുതൽ തേടി പോകും. എന്നിട്ട് ഇവർ പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഡിവോഴ്സായി, ഇനി ഞങ്ങൾ സഹോദരങ്ങളെ പോലെ ജീവിക്കും, അതുപോലെ തന്നെ ഞങ്ങൾ ഇനി കൂട്ടുകാരെ പോലെ ജീവിക്കും. അതെന്താണെന്നറിയാം, അതൊരു വലിയൊരു അടവാണ്. അതായത് എന്ന് വെച്ചാൽ മാന്യം മര്യാദയായിട്ട് ഇവരോട് പറയുക ഞങ്ങൾ പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവനെന്ത് ചെയ്യുക, വേറെ ഒരു കൂടും തേടി പോവുക. അപ്പം ഇങ്ങനെയുള്ള വേട്ടാവളിയെ നിലക്ക് നിർത്താൻ വേണ്ടി നിലക്ക് നിർത്തുക തന്നെ വേണം. ഇങ്ങനെയുള്ള നാണം കെട്ട പരിപാടി ചെയ്യുന്നവരെയൊക്കെ നിലക്ക് നിർത്തുക തന്നെ വേണം. അതിന് പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവരെ മുന്നിൽ ശരിക്കും ജീവിച്ച് കാണിക്കുക, അതാണ് വേണ്ടത്. അതായത് അവൻ കളഞ്ഞേച്ച് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞല്ലോ അവനെ പോലെ അവന് പെണ്ണ് കെട്ടാനുള്ള റൂൾസ് പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവിനെയും തിരഞ്ഞെടുക്കാം.
ഇപ്പോഴും നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പണ്ടാരോ പറഞ്ഞ പോലെ ഈ ആദ്യത്തെ കെട്ടിന് മാത്രമേ വിഷമമുള്ളൂ, രണ്ടാം കെട്ട് ഇഷ്ടംപോലെ ഉണ്ട് എന്നാണ് പറയുന്നത് നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അത്രയും ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകളുണ്ട്, അതിലൊന്നും ചെന്ന് ചാടാതെ അന്തസ്സും മാന്യതയോടും കൂടി ജീവിച്ച് അവനെ പോലെയുള്ളവരെ അവനൊക്കെ അങ്ങനെ തോൽപ്പിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തോൽപ്പിക്കണം, ശരിക്കും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ജീവിതം. ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ മൂക്കിന് താഴെ തന്നെ വന്നിട്ട് ചിലപ്പോൾ അവിടെ തന്നെ ജീവിക്കേണ്ടി വരും. പിന്നെ കുറേ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ തിരിച്ചു വരും. ഇവനൊക്കെ തിരിച്ചു വരുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ചോരയും നീരൊക്കെ വറ്റിയിട്ടുണ്ടാകുമായിരുന്നു. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇവൻ വിചാരിക്കുന്ന ആൾക്കാർ ഇത് ഊറ്റിയിട്ടും കൊണ്ടുപോയിട്ടുണ്ടാകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഇതുപോലെ മറുകണ്ഠം ചാടാൻ വേണ്ടി നിൽക്കുന്ന, വെമ്പൽ കൊണ്ട് നിൽക്കുന്ന കുറേ ടീമുകളുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൂട് വേണം. അതിനു വേണ്ടിയിട്ടുള്ള തട്ടിപ്പാണ്. അപ്പോൾ ഇവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. വെറുതെ വിടാൻ പാടില്ല. കൃത്യമായിട്ട് നഷ്ടപരിഹാരം വാങ്ങിക്കും. മങ്ങളെ, നഷ്ടപരിഹാരം വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് അവൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ, അവൻ്റെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ ജീവിക്കണം. മറ്റവൻ്റെ കയ്യും പിടിച്ചു പോകുമ്പോൾ ഇവനിങ്ങനെ നോക്കി നിന്ന് കരയണം. അതാ വേണ്ടത്. ഇവനൊക്കെ പഠിക്കുവാർന്ന്. അല്ലാതെ എന്ന് പറഞ്ഞ് ഈ കരഞ്ഞ് നിലവിളിച്ച് എന്തോന്നടേ ഇത്? ഈ കരഞ്ഞ് നിലവിളിച്ച് അവൻ്റെ പ്രീതി പിടിച്ചു പറ്റാനാ? അല്ല, ഇനി എന്താ വേണ്ടത്? അവൻ്റെ വീട്ടിൽ പോയിട്ട് അവന് വെച്ച് വിളമ്പിയിട്ട് കൊടുത്തിട്ട് അവൻ ഒരു വേലക്കാരിനെ പോലെ അവിടെ ജീവിക്കാനാ? എന്താ ഇതിൻ്റെ ആവശ്യം? എന്താണ്? ഒരു വീട്ടിൽ പോയിട്ട് വേലക്കാരിനെ പോലെ അവൻ്റെ തുണി അലക്കി കൊടുത്ത് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഒരു പട്ടിയുടെ വിലയും കൊടുക്കാതെ ഇവൻ്റെ കൂടെ ഇനി വീണ്ടും താമസിക്കണം. ഇതിൽ നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എവിടെയെങ്കിലും കുറച്ച് മീനും വാങ്ങിച്ചിട്ടിട്ട് റോഡ് സൈഡിൽ വിറ്റിട്ട് കച്ചവടം ചെയ്തിട്ട് അന്തസ്സായിട്ട് ജീവിക്കാം. കാരണം ഒരുത്തനെയും പേടിക്കണ്ട. ഇനിയൊരു പീടിയെ പോയി നിന്ന് കഴിഞ്ഞാൽ തന്നെ കിട്ടും, നമുക്കൊരു 15,000 കിട്ടും മാസം, ഇല്ലെങ്കിൽ 10,000 കിട്ടും. അന്തസ്സായിട്ട് ജീവിക്കുക. ഒറ്റ ഒരുത്തിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്ക്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഇതും ഇല്ലാതെ, അതായത് ആ ഒരു എന്താ പറയുക, വീഡിയോ എടുത്ത രംഗങ്ങളെ കാണുമ്പോഴും കുറച്ച് പണവും ചിക്കിളിയിലുള്ള ടീമാണ്, നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള ടീമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ തന്നെയായിരിക്കും ചിലപ്പോഴേ. അതായത് ഈ സ്ത്രീയെ വിട്ട് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ നല്ല സ്ത്രീധനം മേടിക്കാം, അല്ലെങ്കിൽ നല്ല പൈസ കിട്ടും. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ചില സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഭയങ്കരമായി മോശമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അതും പറയാം. ആണുങ്ങളെ മാത്രം നമ്മൾ കുറ്റം പറയുന്നില്ല, പെണ്ണുങ്ങളെയും പറയാം. ചില പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, വളരെയധികം മോശമായിട്ടൊരു കുടുംബം എങ്ങനെ തകർക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള ടീമുകളും കുറേ ഉണ്ട്. അപ്പോൾ അതായത് പക്ഷെ എനിക്ക് തോന്നുന്നത് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞിട്ടൊന്നും അവരിങ്ങനെ കുഴപ്പമാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ദിവസം തന്നെ വന്നിട്ട് ഇനി അത് ചെല്ലി എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഇവനെ പോലെയുള്ളവനെ ചവിട്ടി ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട തന്നെ, അത്രയേ ഉള്ളൂ. അവനൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞ അനുഭവിക്കും കൃത്യമായിട്ട്. പക്ഷേ വേറെ കാര്യമുണ്ട്, ഈ വേണ്ട എന്ന് പറഞ്ഞ് പോകുമ്പോഴും നമുക്ക് അവകാശങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചു വാങ്ങിക്കണം. അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞങ്ങ് പോകാൻ പറ്റില്ല. കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വത്തിൻ്റെ ഇത് മേടിക്കണം. കാരണം അങ്ങനെ മേടിക്കാതെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളാരും മഞ്ജു വാര്യരൊന്നും അല്ല. മഞ്ജു വാര്യർ 1,500 ഉറുപ്പ്യം കൊണ്ടാകും ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിരുന്ന് പലതവണ കഥകളുണ്ട്. അത് ആദ്യമൊക്കെ പിന്നെ 1000 ഉറുപ്പ്യായിരുന്നു, ഇപ്പോൾ 1500 മാറിയിട്ടുണ്ട്. അതുപോലൊന്നും ആയി പോകരുത്. കൃത്യമായിട്ടും ഭർത്താവിൻ്റെ അടുക്കുന്ന്, അതായത് അയാളുടെ കൂടെ ജീവിച്ചതിന് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അന്തസ്സായിട്ട് വന്നിട്ട് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ട്, ഇല്ലെങ്കിൽ വേറെ ഒരുത്തിനും കൂടി കെട്ടിയിട്ട് അവൻ്റെ മുന്നിലൂടെ എന്ന് പറഞ്ഞ ഒരു 4 പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമായിരുന്നു. അതായിരിക്കണം ഭാഷയായിരുന്നു. അല്ലാതെ എന്ന് പറഞ്ഞ് വീണ്ടും അവനെ വേണം, അവനാണെങ്കിൽ ഒരു പട്ടീൻ്റെ വില ഇത് കൊടുക്കൂല. എന്തിനെങ്ങനെ വെറുതെ ജീവിതമായിരുന്നു? നന്ദി, നമസ്കാരം. ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട. പോട്ട്.